ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് റോബ്ലോക്സിൽ ഐസോറർ ഗെയിം പാർട്ട് 13 നമ്മളിന്ന് കളിക്കാൻ പോണത്. അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ എന്നോട് ബെൽ ബട്ടണാണ്. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതിൽ നെക്കിയിട്ട് ബെൽ ബട്ടൺ അടുത്ത് കാണും, അതിൽ നെക്കിയിട്ട് ഓളിൽ നെക്കണം. ആ ബെൽ ബട്ടൺ കാണുന്ന സ്ഥലത്ത് നെക്കി കഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഐസോറർ ഗെയിം പാർട്ട് 13 നമ്മളിത് കളിക്കുന്നത്. പാർട്ട് 1 മുതലാണ് നമ്മൾ തുടങ്ങിയിട്ടിപ്പത്. പക്ഷെ നമ്മൾ അതിലിട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു വയസ്സിനാണ്. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട. പാർട്ട് 1 ഇത് പ്രേരണം പിടിക്കുന്നതാണ് ആ ഫോട്ടോയിലുള്ളത്. എന്നാലും നിങ്ങൾ ചൂച്ചുച്ചാർലത്തിന്റെ ഒരു ഇതുണ്ട്, ഒരു ഷോട്ട് ഉണ്ട്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടേണ്ടത്. അതിനകത്തൊന്ന് സബ്സ്ക്രൈബ് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ട് 13 എന്താ ആവും ക്രാഷ് 1 മുതൽ പാർട്ട് 13 ഇനി 20 വരെ ഉള്ളൂ ഈ ഐസോറർ ഗെയിമിന്റെ കളി. ഇതില് 20 അല്ല, ചിലപ്പോ 100 വരെയൊക്കെ കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഓപ്പൺ ബൈ റോബ്ലോക്സ് എന്ന് പറയുന്ന കളിയായി ഓരോരോ പരിപാടിക്ക് പാർട്ട് ബൈ റോബ്ലോക്സ് അങ്ങനെയൊക്കെ, പാർട്ട് ബൈ ഓറിയോ അങ്ങനെയൊക്കെ കാണിക്കും. അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ലോറിന് പോകണമെന്ന് ആവശ്യമില്ല ഗൈസ്. നമുക്ക് ഓപ്ഷൻസിൽ പോവുക, ഹാർഡ് മോഡ് ഇരിക്കുക, നേരെ പ്ലേ പോവുക. 1 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളൊന്ന് 30 ചാക്ക് പിന്നെ കണ്ടുപിടിക്കണം ഗൈസ്. ഇത് നമ്മൾ മരിക്കാതെ നമ്മൾ കളിക്കും ഗൈസ്. ഭാഗ്യത്തിലാണ് നമ്മളിന്ന് കളിക്കുന്ന കളി. പ്രേതം ഇറങ്ങി വരല്ലേ. അയ്യോ, പെട്ട് സോറി ഗൈസ്, നമ്മള് ഇറങ്ങിയില്ല. അപ്പൊ തന്നെ പ്രേതം ഇനി ഇറങ്ങി. ഇന്നത്ര ഞാൻ നീട്ടിയിടാൻ ശ്രമിക്കത്തില്ല. ഞാൻ നോക്കാം. ഞാൻ അത്ര നീട്ടിയൊന്നും ഇടുന്നില്ല, വലിയ വീഡിയോ ഒന്നും ആക്കുന്നില്ല. വലിയ വീഡിയോ ഒക്കെ ആക്കി അത്ര കഷ്ടമാവും. അതുകൊണ്ട് നമ്മള് വലിയ വീഡിയോ ഒന്നും അത്ര നീട്ടിയൊന്നും ഇടുന്നില്ല. പെട്ടെന്ന് നമ്മൾ കളിക്കാം. അതാണ് നമ്മുടെ പണി. അപ്പൊ നമ്മൾ 5 ചാക്ക് കണ്ടുപിടിച്ച് കഴിച്ചു. അയ്യോ, ഇവിടെ ചാക്കില്ല. എടാ കൊമ്പാ, അവൻ കൊമ്പും വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അവള് കൊറേ നേരം ആയിട്ടില്ല കഴിച്ചു, ഇതുവരെ ആയിട്ടില്ല ഒന്നും. നമുക്ക് പെട്ടെന്ന് പോയിട്ട് നമ്മള് വേറെ റൂമിലൊക്കെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി റൂമില്ലല്ലോ. അപ്പൊ ഇവിടെ അടുത്ത് പ്രേതം ഉണ്ടായിരുന്നു കഴിച്ചു. ഒരു ദിവസം സെറ്റിയുടെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. ആ ഇതിൽ പോയി നമുക്ക് പെട്ടെന്ന് പോയി ഇവിടെ ചെക്കൗട്ട് ചെയ്യാൻ കഴിച്ചു. അയ്യോ, പെട്ട് അയ്യോ, പെട്ടില്ല കഴിച്ചു. നമ്മളെ ഭാഗ്യത്തിന് നമ്മൾ പെട്ടില്ല. നമ്മളുടെ ഭാഗ്യോ പെട്ടാനിപ്പോ നമ്മള്. അപ്പൊ കഴിച്ചില്ല പൊട്ടത്തലേ. അപ്പൊ വെറുതെയൊക്കെ ഫോട്ടോ ഇവിടെ ഉണ്ട്. എടാ ബോളെ, അവള് പോട്ടുന്നു. അയ്യോ അള്ളാഹുവേ, താഴെ തന്നെ പോണേ അവള്. നമുക്ക് അള്ളായിരുന്ന വലിയ ഭാഗ്യം തന്നെ താഴോട്ട് പോവാച്ച അവള്. ചെറുക്ക ചുമ്മാ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കാര്യം നമ്മളാ സൂപ്പാ.
അപ്പൊ അത് അവനെ പിടിച്ച് അപ്പൊ അവനെ പിടിച്ച് പാവതോ ഡെഡ് ബോഡീസ് അവന്റെ കിടക്കുന്ന അവിടെ പാവടാ. അവനൊക്കെ മരിച്ചതിൽ നമുക്ക് എന്താ അവളെ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ല. എന്തൊരു കഷ്ടമായി പ്രേരത്തിനെന്താ വീട് ചുമ്മാ നേർച്ചയാടാ. ഇല്ല ബിരിയാണിയുടെ നേർച്ച. അവിടെ ഇവിടെ ആളുകൾക്ക് കൊടുക്കുന്ന നേർച്ച ബിരിയാണി. പൈസക്കാരൻ കാശി ഇത് പറഞ്ഞ് പോവുക. അവനെയൊന്നും നമുക്ക് നോക്കണ്ട. നമ്മളൊക്കെയാണ് പ്രോ ഗൈസ്. വാവതോ പിന്നെയും പോയി അടി മേടിക്കാൻ പോവാ ചെറുക്കൻ. ആ സീമോണെ വെറുതെ സീമോണെ മുട്ടാമക്കള് സീമോണെ എന്ന് പറഞ്ഞ് ചുമ്മാ അടി മേടിക്കാൻ പോവാ ചെറുക്കൻ. നാണല്ലേ ചെറുക്കന് നാണമാനോ. അയ്യോ പെട്ട് 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 ആണില്ലടാ പന്നി. പിന്നെ മേളിൽ കയറി പോയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് മേളിലാണ് കഴിച്ചു. പക്ഷെ എവളെ ചുമ്മാ കയറി പോകണം മേളിലും. എവനോടൊപ്പം ഇരുന്നിട്ട് അവന്റെ നേരെ രണ്ടെന്ന് അടിച്ചാൽ എന്ത് രസമായിരുന്നല്ലേ. നമുക്ക് ഇറങ്ങി കൂടെ കയറിയേക്ക് പോകാരുത്. അവന്റെ നേരെ രണ്ടെന്ന് അടിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. അപ്പൊ അവന്റെ നേരെ രണ്ടെന്ന് അടിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. അത് എത്രയേ ഉള്ളു ഗൈസ്. ഇതൊക്കെയാണ് അത്ര പാട് ഗൈസ്. ഇങ്ങനെ ഞാനാണ് പാടി എങ്ങനെയുണ്ട് ഗൈസ്. അവന്റെ നേരെ രണ്ടെന്ന് കളിച്ചോണ്ട് നമുക്ക് രക്ഷപ്പെട്ടു നമ്മള്. അപ്പൊ നമ്മളാണെങ്കിൽ ഗൈസ് അത് സെറ്റായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഓടാൻ നോക്കി. ഇവിടുന്ന് ബാത്റൂമിൽ ചെക്കൗട്ട് പെട്ടെന്ന് ചെക്കൗട്ട്. നല്ല സ്ഥലത്ത് വരെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. ഫ്ലഷ് അടിക്കുന്ന സ്ഥലത്താക്കി ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. നാളെ കളിക്ക് ഫ്ലഷ് അടിക്കുന്ന സ്ഥലത്താണ് കീ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അതൊരു കുന്തവും ഇല്ല. ഒരു കുന്തവും പോലും. അയ്യോ അതിനകത്തൊരു കുന്തവും ഇല്ല. ഒന്നിനകത്തൊരു കുന്തവും ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇതിനകത്ത് എന്തൊക്കെ കുന്തങ്ങളുണ്ട്. 12 ചാക്ക് കിട്ടി നമുക്ക് ഗൈസ്. ഇനി നമുക്ക് ബാക്കി എത്ര ചാക്കാന്ന് വെച്ചാൽ 18 ചാക്ക് വേണം തോന്നുന്നു ഗൈസ്. 18 ചാക്ക് വേണം. ഇനി ബാക്കി ഒരു 15 ചാക്ക് മതി ഗൈസ്. നമ്മള് ഇപ്രാവശ്യം മരിക്കത്തില്ല ഗൈസ്. നമ്മൾ ജയിക്കും ഗൈസ്. അല്ല പിന്നെ ഗൈസ് അല്ലേ നമ്മള് പ്രോയൊക്കെ അല്ലേ. അതോടൊക്കെ കണ്ട് നമ്മള് പോണ വഴിയിലൊക്കെ കണ്ണുകൾ നോക്കണം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കണ്ണ് കിട്ടത്തില്ല. ഭയങ്കര കഷ്ടമായി പ്രേരത്തെ കൊണ്ട്. വേറെ എവിടെയെങ്കിലും സെറ്റായി പോയാൽ സൂപ്പറായിരുന്നു. സൂപ്പർ ഡൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് പ്രേരത്തിനെ കറക്റ്റാ താഴോട്ട് പോവുക. അതാണ് അടുത്ത കമ്പണി. എന്നിട്ട് നേരെ പ്രേരത്തിനായിട്ട് കറക്കിക്കില്ല. അതാണ് ഐശ്വര്യം ചെയ്യുക. അത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വേണം നമുക്ക് നമ്മുടെ നേരെ റണ്ണിന്റെ ശാപം വരണം. ആ ശാപം വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാക്കെടുത്ത് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ വഴി ഓർത്ത് വെച്ചാൽ നല്ല കാര്യമായിരിക്കും ഗൈസ് അതിനെക്കാട്ടി. റണ്ണിന്റെ ശാപം വേറെത്തിന്റെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രേരത്തിന്റെ ബ്ലോക്ക് ആക്കാം. പക്ഷെ ആ റണ്ണിന്റെ ശാപം ഉള്ളവൻ ഏതെങ്കിലും റൂമിൽ കയറി കഴിഞ്ഞാൽ അതോടെ നമ്മുടെ കാര്യം കത്തോന്ന് പറയാം. എടാ കാശുകാരാ മാറിയില്ലടാ ചെറുക്ക. അവൻ കയറി അടി കടിക്കാൻ പോയിക്കൊണ്ടിരിക്കും. അവനാണ് അടി കടിച്ച് ആവേം ചെയ്യും. നമുക്കെന്താ നമ്മളൊക്കെ പ്രോ കളികളാ. പുഴകളം വരുമോ പാവം പ്രേതം ഗായ്സ്. ഇവിടെയാണ് ചിലവ് നമ്മളിങ്ങനെ ആക്കുമ്പോ സ്റ്റക്കായി കിടക്കും. അവിടെ പ്രേതത്തിന് കക്കൂസിൽ കയറാൻ പറ്റും. പിന്നെ ഏതോ സെറ്റിയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ കയറാൻ പറ്റും ഗൈസ്. 2 സ്ഥലത്ത് കയറാൻ പറ്റും. ഇത്ര ഫ്രീ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. നമുക്കാ ഫ്രീ വേണ്ടത്. നമുക്കെല്ലാം ഫ്രീ ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ തന്നെ. പക്ഷെ ഒരു കഥ ഫ്രീ ഇല്ല നമുക്ക്.
ബ്ലോക്ക് കിടക്കണം. ഓപ്പൺ ഒന്നും ഇരിക്കാതെ തുറക്കത്തില്ല. അല്ലെങ്കിൽ ചാരി തുറക്കാന്ന് വെച്ചാൽ അതും തുറക്കത്തില്ല. ഒന്നും എന്ത് ചെയ്താലും തുറക്കത്തില്ല. ലാസ്റ്റ് വാഴ ആക്കിയിട്ട് പോയപ്പോ അവിടെ ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ല. നമ്മുടെ നേരെ തന്നെ റണ്ണിന്റെ ശാപം വരണത്. ശാപം നമ്മളുടെ നേരെ വരട്ടെ റണ്ണിന്റെ ശാപം. എന്നാലേ നമുക്ക് കളി ജയിക്കാൻ പറ്റത്തുള്ളൂ. അവന്റെ നേരേക്ക് വന്നു കഴിഞ്ഞാൽ തൂക്കും നമ്മൾ. അയ്യോ പെട്ടെന്ന് ആവട്ടെ പ്ലെയറെ. എനിക്കൊക്കെ താഴോട്ട് പോകണം. കൊറേ നേരമായിട്ടുണ്ട് കഴിച്ചു. ഇതുവരെ പ്രേരത്തിന്റെ വന്നിട്ടില്ല. പ്രേരം ചുമ്മാ അവിടെ നമ്മളൊക്കെ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രേരത്തിന് വരാൻ പറ്റത്തില്ല. ഇഷ്ടമല്ല പ്രേരത്തിന്. പ്രശ്നമാണ് ഭയങ്കര. പ്രേരം വാ, കൊറേ നേരമായിട്ടുണ്ട്. ഈ പ്രേരം എപ്പോഴൊക്കെ വരുമോ ഗൈസ്? എടാ ചെറുക്ക മാറികളാ എല്ലാളും കൂടെ. ഈ പ്രേരം എപ്പോഴും വരുമോ ഗൈസ്? എന്റെ തല ഇറങ്ങിയിരിക്കുന്നു ചുമ്മാ ഈ സാമാനത്തിനെ നോക്കിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിവിടുത്തെ പോയി കഴിയുമ്പോഴായിരിക്കും പ്രേതം വരുന്നത്. നമുക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് പോയാലും റൂമിൽ ഇരുന്നിട്ട് നോക്കാം. എടാ ഇപ്പൊ വരും കഴിച്ച് മേളിലേക്ക് കഴിച്ച്. അപ്പൊ നമുക്ക് പോയി അവിടെ നിന്ന് കൊടുക്കാം. മേളിൽ കയറും കഴിച്ച് പ്രേതം. ഒരു 15 കൊറേ നേരമായിട്ടുണ്ട് കഴിച്ച്. ഇതുവരെ എത്തിയിട്ടില്ല കഴിച്ച്. ഇതിപ്പോഴെങ്ങനെ വരുമോ കഴിച്ച്? കുട്ടപ്പി വന്നിട്ടുണ്ട് കഴിച്ച്. നമുക്ക് പെട്ടെന്ന് ഓടാം. സമയം കളയണ്ട കഴിച്ച്. നമുക്ക് പെട്ടെന്ന് ഓടാം. നമ്മുടെ വഴി കൂടെ പെണ്ണ് വരത്തുള്ളൂ. അയ്യോ ഓട്. നമുക്കൊരു ഇത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതോടെ കഷ്ടമാണ് കഴിച്ച്. കഷ്ടകാലത്ത് ഞങ്ങി അറ്റമാണ് കഴിച്ച്. ഒരിത്തിരി സമയം പോലും നമ്മൾ ബാക്കി വെക്കരുത് കഴിച്ച്. നമ്മളുടെ പേരാണ് റണ്ണിന്റെ ശാപം. ആർക്ക് പേടിക്കേണ്ട കാര്യവും ഇല്ല. ഇപ്പൊ വരും കഴിച്ച് പ്രേരം. ഞാൻ വരുന്നു കുട്ടപ്പി. കുട്ടപ്പിക്ക് സുഖമാണോ കുട്ടപ്പി? കുട്ടപ്പിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളാട്ടോ. അതുകൊണ്ടാ പാവം കുട്ടപ്പി. അയ്യോ പ്രേരം പെട്ടെന്ന് ഓടി നമുക്ക് അതിന്റെ അകത്ത് കയറാൻ കഴിച്ചു. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പെട്ട് കോഫി. എക്സോളം ഭാഗ്യത്തിന് ഞാനിപ്പോ പ്രേരം പോയി പിടിച്ചാരാ. അതിന്റെ കുലുക്കർ നിർത്തിയാലേ നമുക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. എന്റെ കണ്ണൊക്കെ കിട്ടണം. അപ്പൊ നമ്മളിപ്പോ നമുക്ക് കുറച്ച് നേരമായിട്ട് കഴിച്ചു. അപ്പൊ നമ്മള് കുറെ നേരമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചാക്കൂല് കിട്ടിയിട്ടില്ല. കഷ്ടോട് കടലാക്കി. ദിസ് ഈസ് വെരി വെരി കടലാക്കി. ഈ കടം തുറക്കണം. അറിയില്ല സാർ. അങ്ങനെ അതും തുറന്ന് ഒരു കണ്ണും കിട്ടി, ഒരു ചാക്കും കിട്ടി. അതിന്റെ ഒരൊറ്റ ചാക്ക് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ. വേറെ ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ പോയി ഇങ്ങനെ നിന്ന് കൊടുക്കാം. പ്രേരത്തിന് വിളിച്ചെന്ന് തോന്നുന്നു അവന്മാര്, മറ്റേ ലേവന്മാര്. അയ്യോ ഇങ്ങോട്ടാണോ വരുന്നല്ലേക്ക്? മേളിലോട്ടാ പോയത്. കാരണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കുറെ വഴിയാവും. അയാൾ എല്ലാ ചാക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നേരെ റണ്ണിന്റെ ശവം മാത്രം. ഇനി നമ്മക്കാട് പണി ജയിക്കാനുള്ള. ഇനി നമുക്ക് പോയി ജയിക്കാം. പക്ഷേ ജയിക്കുന്നതിന് മുമ്പേ പ്രേരം എവിടെയാണെന്ന് അറിഞ്ഞേ പറ്റൂ. ഫസ്റ്റ് പ്രേരത്തിനിട്ട് റൗണ്ട് കറക്കിക്കണം. അങ്ങനെ കറക്കിച്ചാലേ പ്രേരത്തിന് പെട്ടെന്ന് നമ്മളെ കിട്ടത്തുള്ളൂ. പ്രേരം ഇങ്ങോട്ട് വാ. ഞാനിവിടെ ധൈര്യത്തോടെ നിക്കുന്നുണ്ട്. യവന്മാരുടെ ചിറക് കാരണം നമുക്ക് ചിലപ്പോ കാണാൻ പറ്റത്തില്ല പ്രേരത്തിനെ. പ്രേരം കാണുവോ അപ്പൊ തന്നെ എങ്ങോട്ടെങ്കിലും ഓടണേ. കണ്ടം വഴി കൂടെ കയറി. അതാ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ.
കൊറേ നേരമായി കഴിച്ച് കളി നമ്മള് വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പഴങ്ങനെ ഈ സാമാനം വരുവോ ഗൈസ്? കൊറേ നേരമായിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ ചെയ്തോണ്ട് അപ്പൊ ഗൈസ് നമ്മളിപ്പോ നാളിപ്പോ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിക്കുവാണ്. ഓടിക്കും ഗൈസ്, ഓടിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കത്താണ്. അപ്പൊ ഗൈസ് നമ്മളാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ റണ്ണുമ്പോ നമ്മുടെ നേരെ ചാപ്പുണ്ട്. അപ്പൊ ചാപ്പോണ്. അപ്പൊ ഗൈസ് നമ്മൾ കളി ജയിച്ചേക്കുവാണ്. നമ്മൾ ഒട്ടും മരിച്ചിട്ടില്ലാന്ന് ഒരു ഇതുണ്ടായിരുന്നില്ല മനസ്സിലത് നടന്നു ഗൈസ്. നമ്മള് മരിക്കത്തില്ലാന്ന് നമ്മള് മനസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ സൂപ്പറായിട്ട് കളിച്ചു അല്ലേ ഗൈസ്? അപ്പൊ നിങ്ങൾ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ അമുക്കുക. അപ്പൊ ബൈ ബൈ.